ഇന്ന് ഒരു ഈന്തപ്പഴം അച്ചാറുണ്ടാക്കാം. അപ്പോൾ ഇതുപോലത്തെ ഞാനൊരു 2 kg നുറുക്കി വെച്ചതാണ് കേട്ടോ. അത് ഞാൻ വെറുതെ കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതേപോലത്തെയാണ് ഞാൻ നുറുക്കി വെച്ചിട്ടുള്ളത്. ഒരു 2 kg ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചേർക്കണത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ഒരു 3 കുടമുണ്ട്, അതുപോലെ തന്നെ വേപ്പില ചതച്ചത്. അതിൻ്റെ കൂടെ ഇനി കടുക് പൊടിച്ചത് ഒക്കെ ഉണ്ട്, വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് ചേർക്കുമ്പോൾ ഞാനത് പറയാം. പിന്നെ എണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ, നല്ല എണ്ണയിൽ. അപ്പോൾ ആദ്യം ഒരു 1/2 കിലോ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് ചൂടാക്കി ഒഴിച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായി വരട്ടെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടത്. നമ്മൾ പഴുത്തത് കൊണ്ടും ഉണ്ടാക്കും, ഇങ്ങനെയും ഉണ്ടാക്കാം. അപ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചിട്ടാണ്, വല്ലാണ്ട് അരഞ്ഞ പോലെയല്ല കേട്ടോ, ഒന്ന് ചതച്ചിട്ടിട്ടൊക്കെ. അപ്പം അതിൻ്റെ ഇതെല്ലാം അതും കൂടെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. എണ്ണ അധികമുള്ള കാരണം അത് ചൂടായി വരാനായിട്ട് സ്വല്പം ടൈം എടുത്തുകൊണ്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇങ്ങനെ ഇത് ഫുള്ള് നിങ്ങൾ വീഡിയോ കാണണം, എന്നാലാണ് അത്. ഇപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള ഈത്തപ്പഴം എന്ന് പറയുന്നത് കുറച്ച് മധുരമുള്ളതാണ് കേട്ടോ, അല്ലാണ്ട് മധുരമല്ല. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ടു. തീരെ മധുരമില്ലാത്ത എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചവർപ്പുണ്ടാവും. ഇതങ്ങനെയല്ല, ഇതിന് കുറച്ച് മധുരമുണ്ട്, എന്നാൽ പഴുത്തതുമല്ല, പച്ച ഈത്തപ്പഴമാണത്. മൂപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പഴുക്കാൻ പോണ പോലത്തെ ഒരു ഈത്തപ്പഴം. അപ്പോൾ പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ട് വെക്കുക. ഇനി ഇതൊന്ന് നന്നായി പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ ഈത്തപ്പഴം നമുക്ക് വെറുതെ ഇങ്ങനെ കടിച്ച് തിന്നാകുമ്പോഴും മധുരമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മറ്റേ ഈത്തപ്പഴം പഴുത്തിട്ടുള്ള മധുരം ഉണ്ടാവില്ല എന്നുള്ള, വെറുതെ തിന്നാനും രസമുണ്ട്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് വയ്ക്കാം. വെറുതെ ഉപ്പും വിനാഗിരി വെച്ചിട്ട് അതിലിട്ട് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ഹെൽത്തി ആണല്ലോ അതേ. അപ്പോൾ വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്. ഇത് നന്നായി വഴന്നു വരണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വേപ്പില ഞാൻ ഒന്ന് ചതച്ചിട്ടിട്ട് കേട്ടോ. അത് ഇപ്പം ചതച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇട്ടാലും മതി. ഞാനൊന്ന് ചതച്ചിട്ടിട്ടാണ്. അപ്പോൾ അതൊന്ന് നന്നായി അതിൽ കിടന്ന് മുരിഞ്ഞോട്ടെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാർ നമ്മൾ ഉണ്ടാക്കി നോക്കുക. അതൊരു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ചയെങ്കിലും മിനിമം മാറ്റി വയ്ക്കണം കേട്ടോ, എന്നിട്ട് എടുത്ത് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, ഇപ്പോഴും ടേസ്റ്റ് തന്നെയാണ്. എന്നാലും ഒന്നും കൂടി അത് അതിലെല്ലാതും പിടിച്ചിട്ട് നമ്മൾ എടുത്ത് കഴിക്കണം. ഇതിൽ ഞാൻ കടുക് പൊടിച്ചാണ് ഇട്ട് കൊടുത്തത്. ഭയങ്കരമായിട്ട് പൊടിയല്ല, അതിൻ്റെ ഉള്ളിലത്തെയൊക്കെ ഇങ്ങനെ തുറന്ന് വന്ന പോലെ ഉള്ളൊരു പരുവം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉലുവിട്ടു. ഉലുവ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടി നിറവാണ് കേട്ടോ, 3 ടേബിൾ സ്പൂണ്. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. പച്ചമുളക് അത്യാവശ്യം നല്ലോണം ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ കായം ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. സ്പൂണാണ് കേട്ടോ അതൊക്കെ.
ഞാൻ കടുക് പൊടിച്ചതിൻ്റെ ബാക്കിൻ്റെ ഇട്ട് കൊടുത്താണ്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചോർക്ക് ഒഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം. എന്തായാലും ഒഴിക്കേണ്ടി വരും ലേശം. അപ്പം ഇങ്ങനെയൊക്കെ ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ അച്ചാറൊന്നുകൂടി ടേസ്റ്റി ആവണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി അതിൽ ചേർക്കുന്നുണ്ട്. ഇതിന് വേണ്ടി മാത്രം ഇട്ടാൽ വേറെ അച്ചാറിൽ ചേർക്കരുത്. അപ്പം ഇതിൽ നമ്മൾ ഒരു 3 അച്ച് ശർക്കരയോളം, നല്ല ഇത് കരടൊന്നുമില്ലാത്ത ശർക്കര കേട്ടോ, അതങ്ങനെ പൊടിച്ചിട്ട് പാനിയാക്കിയിട്ട് ഞാൻ അതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒരു 5-10 മിനിറ്റ് നമ്മൾ ആവിയിൽ വേവിച്ചുടയരുത്, കഷ്ണം തന്നെയായിട്ട് കിടക്കണം. ഇതാണിപ്പോൾ ഞാൻ ആക്കിയെടുത്തത് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ ഇനി ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, 5-6 മിനിറ്റ് ചെറുതീയിൽ ഒന്ന് ആക്കിയെടുക്കാം, തിളപ്പിക്കുക. ഇത് അല്ലെങ്കിൽ അരിച്ചൊഴിക്കണം കേട്ടോ, അപ്പം തന്നെ കരടുന്നു. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇതാക്കി തിളപ്പിച്ചെടുത്താൽ മതി. വേവിച്ചുടയരുത്, ഉടയാതെ തന്നെ എടുക്കാം. അപ്പോൾ ഇത് ഇനി ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. റെഡി ആവാന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമ്മളത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കും. അതിന് ശേഷം നമ്മൾ തണുക്കാൻ വെച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് മാറ്റി വയ്ക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഒരാഴ്ച മിനിമം. 2 ആഴ്ച കഴിഞ്ഞിട്ടേക്ക് എടുത്താണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇത്. ഉപ്പൊക്കെ പാകാവണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്ത അച്ചാറാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. അതാണ് അതിൻ്റെ ഒരു